ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒപ്പം വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങളും രാവിലെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ നിത്യതയോട് അടുപ്പിക്കാൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം തന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളെ ധൈര്യപ്പെടുത്തി തിരുവെഴുത്തിലൂടെ കർത്താവിൻ്റെ ഹൃദയം തുറന്നു കാട്ടി നമ്മെ സ്നേഹിച്ചും കരുതിയും വാത്സല്യച്ചും ഓമനിച്ചും ഇന്നയോളം നടത്തുന്ന വിധങ്ങൾക്ക് വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി കരേറ്റുന്ന കൂടെ ഒരിക്കൽ കൂടി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഇന്നത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 39 വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്നു. ലൂക്കോസ് 8:39. അതിന് അവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു. അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. പ്രസക്തമായ ഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ 6000 ഭൂതങ്ങളെയും പേറി ജീവിതം പാഴാക്കി അവരുടെ നാട്ടിലെ ശവക്കല്ലറകളിൽ അന്തിയുറങ്ങി, വീട് വിട്ട് ഇറങ്ങി, വീട്ടിൽ പാർക്കാതെ, വസ്ത്രം ധരിക്കാതെ, ആർക്കും കീഴ്പ്പെടാതെ, ബന്ധങ്ങളെ തിരിച്ചറിയാതെ ആവസിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയുടെ പിടിയിലമർന്ന് വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ട് മനസ്സുരുകി ഇടയ്ക്ക് ബോധം വരുമ്പോൾ അലറിക്കരഞ്ഞ് വീട്ടിലേക്ക് ഓടുമെങ്കിലും വീട്ടിലെത്തിക്കാതെ മടക്കി അയച്ച് വീണ്ടും ജീവിതകാലം മുഴുവൻ മരിച്ചവരുടെ ഇടയിൽ ശവക്കല്ലറയിൽ തീർക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടൊരു മനുഷ്യൻ. ആ മനുഷ്യനെ തേടി കരയും കടലും താണ്ടി കർത്താവ് കൊടുങ്കാറ്റിനെയും പ്രതികൂലത്തെയും തരണം ചെയ്ത് അരിമ ശിഷ്യന്മാരുമായി കടലിന് ഇക്കരെ വരികയാണ് ഗദരദേശത്തേക്ക്. സംഭവം വേദപുസ്തക വായനക്കാർക്കറിയാം. അവിടെ വന്നു, അതിനോടനുബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞ് കർത്താവ് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ ആ പാവം മനുഷ്യൻ, ഞാനും പോന്നോട്ടെ എന്ന് മനസ്സുകൊണ്ട് ചോദിക്കുക. എത്ര സ്നേഹം, എത്ര അടുപ്പം! ഇപ്പം കണ്ട ഒരാളല്ലേ യേശു. നന്ദി എന്നൊക്കെ പറയുന്നത് നമ്മൾ തിരുവെഴുത്തിലൂടെ പലരിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ആ മനുഷ്യന് നാട്ടിൽ നിൽക്കാതെ, വീട്ടിൽ പോയി പാർക്കാതെ യേശുവിൻ്റെ കൂടെ പോകാൻ തോന്നിയതിൻ്റെ ഒരുപാട് കാരണങ്ങൾ കണ്ടേക്കാം. വ്യാഖ്യാനിച്ചെടുക്കാമെങ്കിൽ, ചിന്തിച്ചെടുക്കാമെങ്കിൽ ഒത്തിരി കാരണങ്ങൾ കണ്ടേക്കാം. പക്ഷേ ആ കാരണങ്ങൾ ഒരു കാരണം ഈ കർത്താവിനോട് ആ മനുഷ്യന് നന്ദിയുള്ളത് കൊണ്ടായിരിക്കുകയല്ലേ. എന്നെ വിടുവിച്ച, എനിക്കൊരു ജീവിതം തന്ന, എന്നെ ദുഷ്ടശക്തിയുടെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന, എന്നെ മനുഷ്യനാക്കി മാറ്റിയ ഈ സ്നേഹമൂർത്തിയോട് അഗാധമായിരിക്കുന്ന സ്നേഹം ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് ആ ശേഷിക്കുന്ന കാലം ഈ വിടുവിച്ചവൻ്റെ കൂടെ ചെലവഴിക്കാം എന്ന ആ മനസ്സ് അതിനകത്തില്ലേ എന്ന് ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി. വാസ്തവത്തിൽ നാം ഓരോരുത്തരും പറയേണ്ട വാക്കാണ്, ഞാനും പോന്നോട്ടെ. എങ്ങോട്ട്? കർത്താവിൻ്റെ കൂടെ. അത്ഭുതം കാണാനല്ല, ആഹാരം കഴിക്കാനുമല്ല, നന്ദിയോടെ എന്നെ വിടുവിച്ചവൻ്റെ കൂടെ ശേഷിക്കുന്ന കാലം തീർക്കുക. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും അതുതന്നെയാണ്. ആ മനുഷ്യൻ ആഗ്രഹിച്ചത് തന്നെ. ക്രിസ്തുവിൻ്റെ കൂടെ, രക്ഷിച്ചവൻ്റെ കൂടെ, വീണ്ടെടുത്തവൻ്റെ കൂടെ, വിടുവിച്ചവൻ്റെ കൂടെ ബാക്കി കാലം തീർക്കുക. എത്ര പേർക്ക് അതിനൊക്കെ ആഗ്രഹമുണ്ടായിട്ടെന്നറിയില്ല. ആ വിധത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നും അറിയില്ല. ആ ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ഭാഗത്ത് യേശു ക്രിസ്തു അവൻ കൂടെ വരാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൊണ്ടപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, വരണ്ട, നീ കൂടെ വരണ്ട, പിന്നെ നീ വീട്ടിലേക്ക് ചെല്ലണം, ചെന്നിട്ട് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക. ആ പാവം മനുഷ്യനനുസരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിലറിയിക്കാമെന്നാണ് പറഞ്ഞോളൂ, പക്ഷേ ഈ മനുഷ്യൻ നാട്ടിൽ മുഴുവൻ അറിയിച്ചു. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം. അതായിരിക്കണം മനുഷ്യ മനസ്സിൽ ദൈവത്തിൻ്റെ ഉപകാരത്തിന് നന്ദി കരേറ്റുന്നത്. ആരും പറഞ്ഞു പറയിപ്പിക്കുകയല്ല, പറഞ്ഞത് മാത്രം ചെയ്യുകയല്ല, അതിനപ്പുറം ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുക. വീട്ടിൽ അറിയിക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു സർക്കിളിനകത്താണ്. പക്ഷേ വീട്ടിൽ മാത്രമല്ല, നാട്ടിലിറങ്ങി നടന്നു. എന്നിട്ട് ദൈവം ചെയ്തതൊക്കെയും അറിയിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു,
ഈ മനുഷ്യനോട് 2 കൂട്ടർ ശക്തമായി ചിലത് ചെയ്തു. ഒന്ന് സാത്താൻ, 6000 ഭൂതങ്ങൾ. പിശാചും ഭൂതങ്ങളും കൂടെ ഈ മനുഷ്യനോട് ചെയ്തത് വാസ്തവത്തിൽ ഒരു പ്രസംഗവേദിയിൽ പോലും പറയാൻ കൊള്ളുന്നതല്ല, ആരോടും പറയാൻ കൊള്ളുന്നതല്ല. അതുപോലെ ആക്കിക്കളഞ്ഞു. യേശുക്രിസ്തു ഒരിക്കലും ആവശ്യപ്പെട്ടില്ല, എടാ നീ എല്ലാവരോടും പറ, നിന്നോട് ചെയ്തത് എല്ലാവരോടും പറ. അവൻ നിന്നെ ഉപദ്രവിച്ചതും നിൻ്റെ വ്യക്തിത്വം കളഞ്ഞതും നീ എല്ലാവരോടും പറ എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞു? അവൻ നിന്നോട് എന്തും ചെയ്യട്ടെ, അത് നീ ആരോടും പറയണ്ട, ആ കാലം കഴിഞ്ഞു. ഇനി നീ പിന്നെ എന്ത് പറയണം? ദൈവം നിനക്ക് ചെയ്തത് പറയണം. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ശാന്തമായ മനസ്സുകൊണ്ട് പറയുക, ഇത്രയും നാളും ദൈവം ചെയ്തൊരു കാര്യം, നമ്മൾ വീണ്ടെടുത്തു, രക്ഷിച്ചു എന്നൊക്കെ പൊതുവിൽ പറയുന്നു. സത്യമാണ് ആ കാര്യം. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, ജീവൻ തന്നു, ചങ്കല് ചോര തന്നു, എന്നെ സ്നേഹിച്ചു, എന്നെ തേടി വന്നു. ഇതൊക്കെ സത്യമായൊരു കോമൺ ഫാക്റ്റ്, സമ്മതിക്കുന്നു. പക്ഷെ വ്യക്തിപരമായി എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്ത കാര്യം എന്ന് പറയാൻ നമുക്കെന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചേ. അതിനർത്ഥം ഞങ്ങളങ്ങ് രോഗം വന്ന് ഞങ്ങളങ്ങ് ഭൂതം കയറി ചെതലരിച്ചതുപോലെ കിടന്നിട്ട് പിന്നെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരണമെന്നാണോ? അതല്ല ഞാൻ പറയും. എത്രയോ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാം. ഈ മനുഷ്യന് വേണ്ടി ചെയ്തത് അതായിരിക്കാം. പക്ഷെ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇന്നെൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ ദൂത് പങ്കുവയ്ക്കുക. നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നാഥ, എനിക്ക് 10 പേരോട് പറയണം. എന്ത് പറയണം? വേദപുസ്തകത്തിൽ അബ്രാഹാമിന് വേണ്ടി ചെയ്തതും ദാനിയേലിന് വേണ്ടി ചെയ്തതും എബ്രാഹാം ബാലന്മാർക്ക് വേണ്ടി ചെയ്തതും ദാവീദിന് വേണ്ടി ചെയ്തതും പൗലോസിന് വേണ്ടി ചെയ്തതൊക്കെയുണ്ട്. അത് നമ്മളൊക്കെ പ്രസംഗിക്കാറുമുണ്ട്, പറയാറുമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, ദാവീദിരിക്ക് പറഞ്ഞു, വാ എല്ലാവരും വാ, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. എനിക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കിയേ പ്ലീസ്. എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ യേശു ചെയ്തത്. ഈ മനുഷ്യനോട് ഭൂതം ഒത്തിരി ചെയ്തു. 29-ാമത്തെ വാക്യത്തിൽ അശുദ്ധാത്മാവ് ആ മനുഷ്യനോട് ചെയ്തത് ഇങ്ങനെയാണ്: ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കും. അപ്പം ഇവനെ വീട്ടിലും നാട്ടിലും നിർത്തിയല്ല, കാട്ടിലേക്ക് വിടും. കാട്ടിലേക്ക്, ആരും കാണാത്ത കാട്. ആർക്കുള്ളതാ? വന്യമൃഗങ്ങൾക്കുള്ളതാണ് വനം. അവിടെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല. മനുഷ്യൻ അവിടെ കയറുമ്പോഴാണ് ആനയൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്കുള്ളതാണ് കാട്. അവിടെ നിനക്ക് വിഹരിക്കാൻ അവകാശം തന്നിട്ടില്ല. പക്ഷെ സാത്താൻ ഇവനെ കാട്ടിലേക്ക് ഓടിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. കാട്ടിലേക്ക് ഓടിക്കും. യേശുക്രിസ്തു അവനെ വീട്ടിലേക്ക് വിട്ടു. അതുകൊണ്ടാണ് കൂടെ കൊണ്ടുവരുന്നത്. പിശാച് അവനോട് ചെയ്തത് വിരൽ മടക്കി അക്കമിട്ട് പറയാം. 1, വീട്ടിൽ കയറ്റില്ലായിരുന്നു. 2, ശവക്കോട്ടയിലെ കിടത്തി ഉറക്കത്തുള്ളൂ. 3, വസ്ത്രം ധരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. 4, തന്നെത്താൻ ചതയ്ക്കാൻ ഇവനെ പ്രേരിപ്പിക്കുമായിരുന്നു. 5, ഇവൻ്റെ പേഴ്സണാലിറ്റി പോലും ഹനിച്ചു. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേരെന്നാന്ന് ചോദിച്ചപ്പോൾ ഇവൻ ജോസൂട്ടി എന്നല്ല പറഞ്ഞു. ജോസൂട്ടി ആരെങ്കിലും കേൾക്കുന്നതിന് വഴക്കുണ്ടാക്കരുതേ. ഇവൻ ലഗ്യോൻ എന്നാണ് പറഞ്ഞത്. കാരണം ലഗ്യോൻ എന്നല്ല ഇവൻ്റെ പേര്. ഇവൻ്റെ പേര് പോലും പറയാൻ ഇവനെ അനുവദിച്ചില്ല. പേര് പോലും മറന്നെന്ന് പറയാം. ഞാൻ എൻ്റെ പേര് പറയാൻ പറ്റാത്തൊരു സ്ഥിതി, മറന്നു. എൻ്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയുന്നൊരു സ്ഥിതിയിലേക്ക് വന്നാൽ എൻ്റെ അധപ്പതനം എത്ര വലുതാ. പിശാച് ചെയ്ത പരിപാടി നോക്കണം. സാത്താൻ മനുഷ്യനോട് ചെയ്യുന്നത് കടുങ്കൈയാണ്. എന്നാൽ ദൈവം ചെയ്യുന്നത് അത്ഭുതങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മനുഷ്യനിലൂടെ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെ, ചിലപ്പോൾ നിങ്ങളുടെ രക്തബന്ധങ്ങളിലൂടെ, ചിലപ്പോൾ ആത്മീകരെന്ന് പറഞ്ഞവരിലൂടെ, ചിലപ്പോൾ ഞങ്ങളെപ്പോലെ ഉപദേശിമാരെന്ന് പറഞ്ഞവരിലൂടെ പിശാച് നിങ്ങളോട് വല്ലാത്തത് ചെയ്തിട്ടുണ്ടാവും. അതാരോടും പറയാൻ കൊള്ളുന്നതല്ല. യേശുവിൻ്റെ ഉപദേശമനുസരിച്ച് അതെങ്ങും പോയി ആരോടും പറയുകയും വേണ്ട. യേശു അത് പറഞ്ഞില്ലല്ലോ. നമ്മൾ പറയും, നീ പറ, നിന്നോട് ചെയ്തത് എല്ലാവരോടും പറ. യേശു പറഞ്ഞു, മക്കളെ,
ആരോടും പറയണ്ട. സാത്താനും ലോകവും മനുഷ്യനും കൂടെ നിന്നോട് ചെയ്തത് ആരോടും പറയാൻ കൊള്ളില്ല. പറഞ്ഞാൽ നിനക്ക് തന്നെ നാണക്കേട്. നീ ഇതിനി ആരോടും പറയണ്ട. പിന്നെ മിണ്ടാതിരിക്കണമെന്നാണോ? മിണ്ടാതിരിക്കണ്ട. പിന്നെയോ, ദൈവം നിനക്ക് ചെയ്തത് എല്ലാവരോടും പറ എന്നൊരു തീരുമാനം എടുക്കാമോ? ഒത്തിരി പേരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു, ഭൂതം ചെയ്തതും അനാത്മികനായ മനുഷ്യൻ ചെയ്തതും മൃഗതുല്യനായ മനുഷ്യൻ ചെയ്തതും ഹൃദയം കല്ലിച്ച ചിലർ നിന്നോട് ചെയ്തതും സാത്താൻ കയറി അവരിലൂടെ നിന്നോട് ചെയ്തതും നീ ആരോടും പറയില്ലെന്ന് തീരുമാനിക്കാമോ? അത് നാട് നീളെ പറഞ്ഞിട്ട് എന്ത് ഗുണം? അത് വാട്സാപ്പിലൂടെ അയച്ചിട്ട് എന്ത് ഗുണം? പക്ഷെ മറിച്ച് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പറയാമോ, ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യണം. അത് ഞാൻ എൻ്റെ നാട്ടിൽ മുഴുവൻ പറയാം. എൻ്റെ വീട്ടുമുറ്റത്ത് മൈക്ക് വെച്ച് വെട്ടി പറയാം. എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് സ്റ്റേഡിയം വാടകയ്ക്കെടുത്തിട്ട് ഞാൻ പറയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. ദൈവമക്കളെ, ലോകം നമ്മോട് ചെയ്തത് നമുക്ക് പറയാൻ കൊള്ളിയല്ല. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമുക്കെല്ലാവരോടും പറയാം. പിശാച് കാട്ടിലേക്ക് ഓടിക്കുമ്പോൾ ദൈവം എന്നെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ വീട് വിട്ട്, എൻ്റെ ബന്ധുക്കളെ വിട്ട്, എൻ്റെ അപ്പനെയും അമ്മയും എന്നിൽ നിന്ന് അകറ്റി, എൻ്റെ കുടുംബത്തെ അകറ്റി, എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും കാണാൻ സമ്മതിക്കാതെ ഈ സാത്താൻ ഇവനെ കാട് കയറ്റി വിട്ടതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പൊന്നോമന മക്കളെപ്പോലും കാണിക്കാതെ, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചവിട്ടാൻ അനുവദിക്കാതെ, എൻ്റെ നാട്ടിൽ പോകാൻ അനുവദിക്കാതെ എന്നെ കാട്ടിൽ കയറ്റി വിട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് ഈ ദിവസങ്ങൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ, എന്നെ വീട്ടിലേക്ക് വിടാൻ, എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെന്നെ കയറ്റാൻ എൻ്റെ കർത്താവ് ചിലത് ചെയ്യുമെന്ന് വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ഫലിക്കുകയും ചെയ്യും. സാത്താൻ കാട്ടിലേക്ക് ഓടിക്കുമ്പോൾ ക്രിസ്തു വീട്ടിലേക്ക് വിടുന്നു. എന്തിന്? ദൈവം നിനക്ക് ചെയ്തത് പറയാൻ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, മനസ്സലിവുള്ള മഹാദൈവമേ, ഈ വാക്കും വാചകമൊക്കെ ദൈവമക്കൾക്ക് വേണ്ടി പൊന്നുകൊണ്ട് പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ പറയാം. അത്രയ്ക്ക് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ബന്ധങ്ങളകറ്റി, ബന്ധുക്കളെ അകറ്റി, ആരും ഇല്ലാത്തവരാക്കി തീർത്ത്, ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ കാട്ടിൽ വിട്ടിരിക്കുന്നത് പോലെ ചിലരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരിക്കുമ്പോൾ എൻ്റെ യേശു ഇടപെട്ടിട്ട് തിരിച്ച് വീട്ടിൽ കയറ്റുന്ന ദൈവപ്രവൃത്തി, തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി വരുത്തുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ചെയ്യണേ കർത്താവേ. അങ്ങ് ചെയ്തത് അനേകരോട് പറയാൻ അവസരവും തരണേ. സാക്ഷികളുടെ സമൂഹം എഴുന്നേക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.